നമസ്കാരം. ഇസ്രായേൽ നയം വ്യക്തമാക്കുകയാണ്. നയമെന്ന് പറഞ്ഞാൽ എക്സ്പാൻഷനിസ്റ്റ് പോളിസി കുറച്ചുകൂടി വ്യക്തതയോടെ, തെളിവോടെ, മിഴിവോടെ പറയുന്നത് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത് ഇതാണ്: ഞങ്ങൾ ഇപ്പോൾ 3 രാജ്യത്ത് ഞങ്ങളുടെ സൈന്യങ്ങളുണ്ട്. IDF സാന്നിധ്യം ലെബനനിലുണ്ട്. ഹിസ്ബുള്ളയുമായുടെ യുദ്ധം തുടരാനായി ലെബനനിൽ നിർത്തിയ ചില ഡിവിഷൻസ് ഉണ്ട്. അത് പൂർണ്ണമായി പിൻവാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. 2, സിറിയയിൽ ബാഷർ അൽ അസദിൻ്റെ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ട സമയത്തെ സിറിയയും ഇസ്രായേലും തമ്മിലുള്ള അതിർത്തി പ്രദേശമായ ഗോലാൻ കുന്നുകളുടെ ഏതാണ്ട് പൂർണ്ണമായ നിയന്ത്രണം ഇസ്രായേൽ കൈവശപ്പെടുത്തി കഴിഞ്ഞു. അതിനുശേഷം ഒരു ബഫർ സോണിൻ്റെ നിയന്ത്രണവും ഏതാണ്ട് ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അവിടെ ഇസ്രായേലിൻ്റെ സാമാന്യം ശക്തമായ സൈനിക പ്രസൻസ് ഉണ്ട്. അതും ഞങ്ങൾ പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നിലവിലുള്ള ഗാസയിലെ സൈനിക സാന്നിധ്യം ഒരു കാരണവശാലും പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അസന്നിഗ്ധമായി പറയുകയാണ്. ഇത് പലരും ചിന്തിക്കുന്ന ഒരു തന്ത്രം എന്ന നിലയിൽ ഹമാസിൻ്റെ കൈവശമുള്ള 24 ബന്ദികളിൽ കുറച്ചു പേരെയെങ്കിലും കിട്ടാൻ വേണ്ടി ഒരു തന്ത്രമെന്ന നിലയിൽ സൈന്യം പിൻവലിക്കില്ല. ഹമാസ് പറയുന്നത് സൈന്യം പൂർണ്ണമായി പിൻവലിച്ചാൽ, ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങിയാൽ ഞങ്ങൾ ബന്ദികളെ തിരിച്ചു തരാം എന്നാണ് പറയുന്നത്. ഇസ്രായേൽ ഇപ്പോൾ പറയുന്നു 45 ദിവസത്തേക്ക് ഒരു വെടിനിർത്തൽ ആകാം. കാരണം 10 ബന്ദികളെ ഇപ്പോൾ കൈവശമുള്ള ജീവനോടെയുള്ള 10 ബന്ദികൾ, ജീവനോടുള്ള 24 ബന്ദികൾ, അതിൽ 10 പേരെ വിട്ടുകഴിഞ്ഞാൽ ഞങ്ങൾ 45 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കാം. അപ്പോൾ ആ ചർച്ച എങ്ങും എത്തിയിട്ടില്ല. ബാക്കി അതിനുശേഷം തുടരാം എന്ന രീതിയിലാണ്. അമേരിക്കൻ പൗരൻ ഏദൻ അലക്സാണ്ടർ എന്ന ഒരു 21 വയസ്സുകാരൻ, അതായിരുന്നല്ലോ അമേരിക്കയുടെ ഏറ്റവും വലിയ കൺസേൺ. ഏതെങ്കിലും ഒരു അമേരിക്കൻ പൗരൻ ഇപ്പോഴും തുടർന്നും ഹമാസിൻ്റെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ അമേരിക്കയുടെ പൊതുജന രോക്ഷം എന്ന് പറയുന്നത് ട്രംപിലൂടെ അത് പുറത്തു വരും. ഈവൻ പൊതുരോക്ഷമില്ല എങ്കിലും ട്രംപിൻ്റെതായ രീതിയിൽ രോക്ഷപ്രകടനം നടത്തും. അത് നമുക്കറിയാവുന്ന കാര്യവുമാണ്. അദ്ദേഹവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഹമാസ് പറയുന്നത്. ഒരുപക്ഷെ ഇസ്രായേലി ആക്രമണത്തിൽ ഏദൻ അലക്സാണ്ടർ ഒരുപക്ഷെ മരിച്ചു കാണാം, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിരിക്കാം. അതുമല്ല എങ്കിൽ കമ്മ്യൂണിക്കേഷൻ കട്ട് ഓഫ് ചെയ്ത് പോയിട്ടുണ്ടാകാം. എന്തോ അത്യാഹിതം നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ അമേരിക്കയ്ക്ക് കൂടുതൽ വാശി ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ഇത് എന്ത് സംഭവിക്കുമ്പോഴും, നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ഇസ്രായേൽ അതിനെ ഒരു സാധ്യതയായി കാണുകയാണ്. അമേരിക്കയുടെ പരമാവധി സംയമനം പാലിക്കണമെന്ന് പറയുന്നത് കൊണ്ടാണല്ലോ ഇസ്രായേൽ ഇപ്പോൾ പൂർണ്ണമായി ഒരു ആക്രമണത്തിലേക്കൊന്നും നീങ്ങാതെ ഇരിക്കുന്നത്. അത് ട്രംപിൻ്റെയും ആവശ്യമാണ്. ട്രംപിൻ്റെ റിയൽ എസ്റ്റേറ്റ് ആഗ്രഹങ്ങൾ, മറ്റാഗ്രഹങ്ങൾ, സൗദി അറേബ്യയിലേക്കുള്ള വിസിറ്റ് നടക്കാൻ പോവുകയാണ് ഉടനടി തന്നെ. അപ്പോൾ അറബ് രാജ്യങ്ങളിലേക്കുള്ള ട്രംപിൻ്റെയൊക്കെ വിസിറ്റ് നടക്കുമ്പോൾ ഇസ്രായേൽ അവിടെ വൻതോതിൽ ആക്രമണം നടത്തി അമേരിക്കൻ സഹായത്തോടെ ആക്രമണം നടക്കുമ്പോൾ ട്രംപിനും പിടിച്ചു നിൽക്കണമല്ലോ, മുഖം നഷ്ടപ്പെടരുതല്ലോ. അറബ് രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ചും ട്രംപിൻ്റെ വ്യാപാര യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾ എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്ന് ഇനിയും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ തീരുവയൊക്കെ ഭാഗികമായി പിൻവലിച്ചു, 10% നിലനിർത്തി 90 ദിവസത്തേക്ക്. അവിടെയും ഒരു അറബ് രാജ്യങ്ങളുടെ കൂട്ടായ എതിർപ്പ് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല ഈ ഘട്ടത്തിൽ. അതുകൊണ്ട് ഇസ്രായേൽ ആ അവസരമെല്ലാം നോക്കിക്കൊണ്ട് പരമാവധി എക്സ്പാൻഷനിസ്റ്റ് പോളിസിയിലേക്കാണ്. ഇപ്പോൾ നോക്കൂ, ഇസ്രായേലിൻ്റെ സൈനിക സാന്നിധ്യം നെറ്റ്സാരിം കോറിഡോറിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഫിലഡൽഫി കോറിഡോറിലേക്കും അതിനുശേഷം പുതിയതായി വന്ന ഒരു പുത്തൻ കോറിഡോറുണ്ട്. അപ്പോൾ ആ ഒരു കോറിഡോറിലേക്കും വ്യാപിക്കുമ്പോൾ കോറിഡോറുകൾ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ സൈന്യത്തെ നിലനിർത്തുന്നു, തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ നിലനിർത്തുന്നു. ബഫർ സോണുകളിൽ സൈനിക സാന്നിധ്യമുണ്ട്. അവിടേക്ക് പ്രവേശിക്കാൻ പോലും ഗാസ നിവാസികൾക്ക് അനുവാദമില്ല. അങ്ങനെ വരുമ്പോൾ ആത്യന്തികമായി ഗാസയുടെ നിയന്ത്രണം ഇനി ഒരു ശക്തിക്കും വിട്ടുകൊടുക്കാൻ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സാധ്യമാകുമോ എന്ന് നിശ്ചയം പറയാനാവില്ല. 2006 മുതൽ ഹമാസിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്
ഗാസ എന്ന് ഓർക്കണം. വെസ്റ്റ് ബാങ്ക് അങ്ങനെയല്ല, അത് ഫത്ത പാർട്ടി ആണ് അവിടെ ജയിച്ചു വന്നത്, ഹമാസ് ആണ് ഇവിടെ ഗാസയിൽ ജയിച്ചു വന്നത്. അപ്പോൾ വെസ്റ്റ് ബാങ്കും ഗാസയും ചേർന്ന ഒരു പ്രദേശമാണ് പലസ്തീൻ അതോറിറ്റിയായി ഒറിജിനലി പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആ പലസ്തീൻ അതോറിറ്റി വെസ്റ്റ് ബാങ്കിലേക്ക് മാത്രമായി ചുരുങ്ങുകയും ഗാസ ഒരു പ്രത്യേക രീതിയിൽ പോവുകയും തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് വിഭാഗമായ ഹമാസ് സൈനിക വിങ്ങാണ്, രാഷ്ട്രീയ പാർട്ടിയാണ്, ഭരണകൂടമാണ്, എല്ലാമാണ്. അപ്പോൾ ആ രീതിയിൽ ഏതാണ്ട് സോവറിൻ ഒരു ഗവൺമെൻറ് എന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഹമാസ് ഇന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ പാതയിലാണ്. പൂർണ്ണമായി അവസാനിച്ചു എന്ന് പറയാനാവില്ല, അതുകൊണ്ടാണല്ലോ യുദ്ധം തുടരുന്നത്. അതുകൊണ്ട് ഹമാസ് വിമുക്ത ഗാസ എന്ന ഇസ്രയേലിൻ്റെ ഒറിജിനൽ ഐഡിയ, ബന്ദിമോചനം നടക്കണം, പൂർണ്ണമായി നടന്നിട്ടില്ല. ഹമാസ് മുക്ത ഗാസ എന്ന ഇസ്രയേലിൻ്റെ ഒറിജിനൽ ഐഡിയ അത് നടന്നിട്ടില്ല. ഇത് രണ്ടും നടക്കാതെ യുദ്ധം നിർത്താൻ ഇസ്രയേലിനാവില്ല. അതേസമയം ഇസ്രയേലിനുള്ളിൽ ആഭ്യന്തരമായി അതിശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം 200 പോലീസുകാരാണ് ഈ ബന്ദികളെ എങ്ങനെയെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ബന്ദികളെ നമുക്ക് ജീവനോടെയുള്ള 24 പേരെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എന്ന ഒരു കത്ത് ഭരണകൂടത്തിന് നൽകിയത്. അതുകൊണ്ട് ഇസ്രയേലിൻ്റെ സിവിൽ സർവീസും പോലീസുകാരും പൊതുജനങ്ങൾ വലിയ തോതിലുള്ള പ്രക്ഷോഭത്തിലാണ്. ഈ 24 പേരുടെ ജീവനോടെയുള്ള 24 പേരുടെ ബന്ധുക്കൾ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. അതുകൊണ്ടാണ് ഒരു ഏതാനും ദിവസത്തെ 45 ദിവസത്തെ ഒരു വെടിനിർത്തലിനെക്കുറിച്ച് ഇസ്രായേൽ സൂചന നൽകിയതും അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ 2 വെടിനിർത്തൽ സംഭവിച്ചു കഴിഞ്ഞു. ആ 2 വെടിനിർത്തൽ സമയത്തും ബന്ദി കൈമാറ്റം സംഭവിച്ചു. 250ഓളം ബന്ദികളിൽ ഈ ബന്ദികളെ വലിയ തോതിൽ കൈമാറിയത് ആദ്യം 100 പേരെയും പിന്നീട് 25 പേരെയും കൈമാറാൻ സാധിച്ചത് വെടിനിർത്തലുണ്ടായ സമയം മാത്രമാണ്. ബാക്കിയുള്ളവർ കൊല്ലപ്പെട്ടു. ഇനിയും അവശേഷിക്കുന്നവർ കൈമാറപ്പെടണമെങ്കിൽ വീണ്ടും ഒരു വെടിനിർത്തലല്ലാതെ ഒരു ബലപ്രയോഗത്തിലൂടെ അത് സാധിക്കും എന്ന പ്രതീക്ഷ ലോകത്തിനില്ല. എനിക്ക് തോന്നുന്നത് ഇസ്രയേലിനും ആ പ്രതീക്ഷ ഉണ്ടെന്ന് തോന്നുന്നില്ല. 1.5 വർഷം കൊണ്ട് സാധിക്കാത്തത് ഇപ്പോൾ പെട്ടെന്ന് നാടകീയമായി സാധിക്കും എന്ന്. കാരണം ബന്ദികളുടെ ജീവന് ഹാനി ഉണ്ടാകാതെ അവരെ ജീവനോടെ മോചിപ്പിക്കണമല്ലോ. അവരെ മോചിപ്പിക്കുന്ന അവരുടെ ഡെഡ് ബോഡീസ് മോചിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. ജീവനോടെ മോചിപ്പിക്കാനുള്ള ഒരു അന്തരീക്ഷം സംജാതമാകണമെങ്കിൽ ഇസ്രയേലിൻ്റെ എക്സ്പാൻഷനിസ്റ്റ് പോളിസീസ് അവിടെ അവസാനിക്കണം. കാരണം ഇസ്രായേൽ പറയുന്നത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു ഗാസയിൽ ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഇനി ഒരു ഭരണകൂടം തുടരാനാണ് ഉദ്ദേശമെങ്കിൽ ഇസ്രായേലിൽ വീണ്ടും ആക്രമണം ഉണ്ടാകും. ഒക്ടോബർ 7, 2023 പോലെയുള്ള ആക്രമണങ്ങൾ ഇനി ഉണ്ടാകും. അതുകൊണ്ട് അത് അനുവദിക്കാൻ പാടില്ല, അതുവർക്ക് പറ്റില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ ഒരു ഗവൺമെൻറ് മാറ്റം വന്നാൽ, ഒരുപക്ഷെ ഇപ്പം ഇസ്രായേലിൻ്റെ തലപ്പത്ത് ഏറെക്കാലമായി ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ്. നെതന്യാഹു അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തുടർച്ചയ്ക്ക് യുദ്ധം അനിവാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഷെൽഫിൽ കുറേ ട്രോഫികൾ വേണം. തങ്ങൾ ഇത്രയും പ്രദേശം പിടിച്ചെടുത്തു, ഇത്ര ബന്ദികളെ മോചിപ്പിച്ചു, ഇത്ര നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചു, ഹമാസിനെ അവസാനിപ്പിച്ചു എന്നൊക്കെ പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നെതന്യാഹുവിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും 8 നിലയിൽ പൊട്ടാനായിരിക്കും നിയോഗം. അതുകൊണ്ട് വളരെ സങ്കീർണമാണ് സാഹചര്യം. അമേരിക്കൻ പ്രസിഡന്റ് എന്തു പറയുന്നു? ഈ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സൗദി അറേബ്യയിലേക്കൊക്കെയുള്ള ഒരു സഞ്ചാരം അതെന്ത് നിലപാടാണ്, എന്ത് ഫലമാണ് ഉണ്ടാക്കുന്നത്? ഇപ്പോൾ തകൃതിയായി നടക്കുന്ന ഇറാൻ അമേരിക്ക ചർച്ചകൾ, ആണവ ചർച്ചകൾ, അത് ഏതാണ്ട് ഒരു നല്ല നിലയിലാണ് അത് പുരോഗമിക്കുന്നതെന്നാണ് കേൾക്കുന്നത്. കാരണം ആരും അത്ര പ്രതീക്ഷിച്ചതല്ല. അത് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു 1-2 മാസത്തിനുള്ളിൽ ഒരു ഫൈനൽ ഡീൽ ഈ അടുത്ത ദിവസം ഫ്രാൻസിൽ വെച്ച് ഇറാൻ്റെ പ്രതിനിധികളും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും നേരിട്ട് സംഭാഷണം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഒമാനിൽ വെച്ച് സംഭാഷണം നടത്തി. കഴിഞ്ഞ ആഴ്ച, ഈ ശനിയാഴ്ച ഇനിയും വരുന്നത് ഫ്രാൻസിൽ വെച്ച് റോമിൽ വെച്ച് നടക്കുകയാണ്, ചർച്ച നടക്കുകയാണ്. പിന്നെ അത് യഥാർത്ഥത്തിൽ റോമല്ല, ഏകോപനം നടത്തുന്നത് അത് ഒമാൻ തന്നെയാണ്. പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗത്തായി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇറാൻ ഒരു പരിധിവരെ ഈ ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടാൽ, പൂർണ്ണമായി ന്യൂട്രലൈസ് ചെയ്യപ്പെടില്ല, പരിധിവരെ ഒരു ഹോക്കിഷ് നിലപാടിൽ നിന്ന് പിന്മാറിയാൽ തന്നെ ഇറാൻ്റെ പ്രോക്സികൾ വളരെ സൈലൻ്റ് ആകാനാണ് സാധ്യത. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സമാധാന ശ്രമം ഒരു വശത്ത് നടക്കുന്നുണ്ട്. അറബ് ലീഗിൻ്റെ പദ്ധതി, ഒരു റിവേറ ആക്കുമെന്ന ട്രംപിൻ്റെ പദ്ധതിക്ക് പകരമായി ഗാസയ്ക്ക് വേണ്ടി അറബ് ലീഗ് കൊണ്ടുവന്ന $56 ബില്യൺ പദ്ധതി, അതും പൈപ്പ് ലൈനിലാണ്. ഇതിൻ്റെ എല്ലാം മധ്യത്തിലാണ് ഇസ്രയേലിൻ്റെ എക്സ്പാൻഷനിസ്റ്റ് പോളിസി. അത് വിട്ടുകൊടുക്കില്ല. എന്തു വന്നാലും ഗാസയുടെ ആത്യന്തിക നിയന്ത്രണം, അവിടെ ഒരു പാവ സർക്കാരിനെ ഒരുപക്ഷെ ആത്യന്തികമായി അവരോധിച്ചേക്കാം, പക്ഷേ അതിൻ്റെ നിയന്ത്രണം തങ്ങൾക്കായിരിക്കും. അപ്പോൾ സിറിയ, ലെബനൻ, ഗാസ എന്നിവിടങ്ങളിലെ ഇസ്രയേലി സൈനിക സാന്നിധ്യം
തുടരും എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്.